ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും തദ്ദേശീയ നിർമ്മാണത്തിന്റെ അഭിമാനവുമായ തേജസ് യുദ്ധവിമാനം 24 വർഷത്തെ നീണ്ട സേവനത്തിനിടയിൽ തകർന്നത് വെറും 2 തവണ മാത്രം. പിൻവലിക്കപ്പെട്ട MiG-21 വിമാനങ്ങൾക്ക് പകരമായി 2016-ൽ വ്യോമസേനയുടെ ഭാഗമായ ഈ സിംഗിൾ സീറ്റർ യുദ്ധവിമാനം രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഫൈറ്റർ ജെറ്റുകളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. 2024 മാർച്ച് 12-നാണ് തേജസ് ആദ്യമായി തകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ജയ്സാൽമീറിൽ പരിശീലന പറക്കലിനിടെയായിരുന്നു ഈ സംഭവം. 2001-ൽ ആദ്യ പറക്കൽ നടത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ അപകടമായിരുന്നു ഇത്. നിലവിൽ വ്യോമസേനയുടെ 45-ാം സ്ക്വാഡ്രൺ അഥവാ ഫ്ലൈയിംഗ് ഡാഗേഴ്സ് എന്ന വിഭാഗത്തിന്റെ ഭാഗമാണ് തേജസ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് അഥവാ HAL തദ്ദേശീയമായി നിർമ്മിച്ചതാണ് തേജസ്. ഇതിന്റെ രൂപകൽപ്പനയും ശേഷിയും ശ്രദ്ധേയമാണ്. ആദ്യ പറക്കൽ 2001, വ്യോമസേനയിൽ ചേർന്നത് 2016. വേഗതയും ഉയരവും മണിക്കൂറിൽ 1350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് ഫൈറ്റർ വിമാനമായ തേജസ് 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കും. ഭാരം ടേക്ക് ഓഫ് ഭാരം 13300 കിലോയാണ്. പേലോഡ് അഥവാ വാഹകശേഷി 4000 കിലോയാണ്. ദൂരപരിധി ഒരിക്കൽ ഇന്ധനം നിറച്ചാൽ 400 കിലോമീറ്റർ വരെ പറക്കാൻ കഴിയും. തേജസിന്റെ നിർമ്മാണച്ചിലവ് താരതമ്യേന കൂടുതലാണ്. എന്നാൽ ഇതിന്റെ സുരക്ഷാ റെക്കോർഡ് ഈ നിക്ഷേപം ന്യായീകരിക്കുന്ന ഒന്നുമാണ്. ഒരു തേജസ് വിമാനത്തിന്റെ നിർമ്മാണച്ചിലവ് 220 കോടി മുതൽ 250 കോടി രൂപ വരെയാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ചേർക്കുമ്പോൾ ഇത് 275 കോടി മുതൽ 300 കോടി വരെയാകാം. വിമാനത്തിന് തേജസ് എന്ന് പേര് നൽകിയത് 2003-ലാണ്. തേജസ് മാർക്ക് 1, തേജസ് മാർക്ക് 1A, ട്രെയിനർ അല്ലെങ്കിൽ ലൈറ്റ് അറ്റാക്ക് എന്നിങ്ങനെ 3 മോഡലുകളാണ് നിലവിലുള്ളത്. 97 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായി ഈ വർഷം 62,000 കോടി രൂപയുടെ കരാർ നൽകിയിരുന്നു. വ്യോമസേനയ്ക്ക് പുറമെ നാവികസേനയും തേജസിന്റെ ട്വിൻ സീറ്റ് ട്രെയിനർ വേരിയന്റ് ഉപയോഗിക്കുന്നുണ്ട്.